ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക പണവുമായി എത്തിയ സന്തോഷത്തിൽ പ്രിയങ്കയെ എങ്ങനെയും തങ്ങളുടെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ശരത്തും കൂട്ടരും ചേർന്ന് പ്രിയങ്കയെ തെറ്റിദ്ധരിപ്പിക്കും വണ്ണം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ പൂജാ ചടങ്ങ് അവിടെ നടത്തുന്നു. അങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുകയും ഒരു സിനിമ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ ഫങ്ഷൻസ് അതേപടി തന്നെ പ്രിയങ്കയെ ബോധ്യപ്പെടുത്തും വണ്ണം അവർ നടത്തുന്നു. അതിൽ പങ്കെടുത്ത പ്രിയങ്ക വളരെ സന്തോഷവതിയാവുകയും അതോടൊപ്പം ഡയറക്ടർ അവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും പുതിയൊരു സിനിമ തുടങ്ങാൻ പോവുകയാണെന്നും പെട്ടെന്ന് ഈ സിനിമ തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമെന്നും പിന്നെ ഈ സിനിമയുടെ പുതുമുഖ നായികയായി വരുന്ന പ്രിയങ്ക മേഡം തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ എന്നും എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാം കേട്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന പ്രിയങ്ക ശരത്തും കൂട്ടരും തനിക്കായി ഭരിച്ചിരിക്കുന്ന വലിയൊരു ചതിക്കണിയാണെന്നുള്ള കാര്യം അറിയാതെ തന്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുകയാണ് പ്രിയങ്ക. ഈ സമയം ശരത്തും ഡയറക്ടറായ ജോൺസണും കൂടി അപ്പുറത്തേക്ക് മാറുമെന്ന് സംസാരിച്ചു. ഉടനെ ജോൺസപ്പനോട് ശരത്ത് പറഞ്ഞു, ജോൺസെ, എന്തായാലും പ്രിയങ്കയുടെ മുഖത്ത് തെളിഞ്ഞിരിക്കുന്ന ആ സന്തോഷം കണ്ടോ, ആ വെളിച്ചം, അത് അവളുടെ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം കൊണ്ടുണ്ടായതാണ്. എന്തായാലും തൽക്കാലം ആ സന്തോഷം നീ തല്ലിക്കെടുത്തണ്ട, കുറച്ചു നേരം കൂടി അങ്ങനെ അവളെ സന്തോഷിച്ച് നിന്നോട്ടെ. ഇനി തൻ്റെ അഭിനയം പോലെ ഇരിക്കും, ഇനി തൻ്റെ നാവിൻ തുമ്പിലെ ഓരോ വാക്കുകൾ പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നറിയിച്ചു. അത് കേട്ടതും ഞാനതെല്ലാം റെഡിയാക്കിക്കൊള്ളാമെന്ന് ജോൺസ് സമ്മതിക്കുകയും ഉടനെ തന്നെ ജോൺസ് പ്രിയങ്കയെ വിളിച്ചു. പ്രിയങ്ക മേഡം, ഒന്നിങ്ങി വരുമോ? ഉടനെ ശരത്തിൻ്റെയും ജോൺസിന്റെ അരികിലേക്ക് പ്രിയങ്ക എത്തി. ഉടൻ തന്നെ ജോൺസ് പ്രിയങ്കയോട് പറഞ്ഞു, മേഡം, നമ്മുടെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചല്ലോ അല്ലേ, എങ്ങനെയുണ്ട്, മേഡത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, പിന്നില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിൽ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു രംഗമുണ്ടല്ലോ, അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്ന് പ്രിയങ്ക അറിയിച്ചു. അത് കേട്ടതും ഡയറക്ടർ പറഞ്ഞു, അതെ മേഡം, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മേഡത്തിന്റെ സിനിമാ ഫീൽഡിലേക്കുള്ള ഒരു തുടക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ മേഡത്തിന്റെ പുതിയ കാൽവെപ്പ് തന്നെ മേഡത്തിനെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു പ്രമുഖ നായികയാക്കി മാറ്റുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നടിയായി മാറുക, അങ്ങനെ ഒരു അവാർഡ് കൂടി ഈ വർഷത്തെ ആ അവാർഡ് പ്രിയങ്ക മേഡത്തിന് തന്നെ നേടിത്തരണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഡയറക്ടർ അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ മതിമറന്നു നിന്നു. ഉടനെ തന്നെ ശരത്തിനോട് ഡയറക്ടർ പറഞ്ഞു, പിന്നെ ശരത്തെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാളെ നമ്മുടെ ഷൂട്ട് തുടങ്ങുവാണല്ലോ, അല്പം ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഷൂട്ട് കഴിഞ്ഞ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മൾക്ക് 3 പേർക്കും ഇരിക്കണം, പ്രിയങ്ക മേഡവും ഞാനും ശരത്തും. എന്നിട്ട് ഇതിൻ്റെ ചെലവുകളെ കുറിച്ച് ഒരു വിശദമായ കോർഡിനേഷൻ ആ നിമിഷം, ആ എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങനെ ഒരു ശരത്തിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ് എന്നറിയിച്ചു. അത് കേട്ടതും ഉടനെ ശരത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ശരത്തിനെ വിശ്വാസമാണ് എന്നറിയിച്ചപ്പോൾ എന്നാ വേഗം പോയി പ്രിയങ്ക ക്യാരക്ടർ ആയിക്കോളൂ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ശരത്ത് പറഞ്ഞയച്ചു. പ്രിയങ്ക പോയി കഴിഞ്ഞതും ശരത്ത് ജോൺസനെ നോക്കിയിട്ട് പറഞ്ഞു, താൻ വാങ്ങിക്കുന്ന പണത്തിന് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, ശരി ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് ശരത്ത് പ്രിയങ്കയെ ഒരു കോമാളിയാക്കുന്നതിൽ ആസ്വദിച്ച് അങ്ങ് നിന്നു. അപ്പോഴാണ് പ്രിയങ്കയെ അന്വേഷിച്ച് കണിമംഗലത്ത് നിന്ന് മുത്തശ്ശിയും കൽപ്പനയും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്. മുത്തശ്ശിയോട് കൽപ്പന ചോദിച്ചു, അല്ലെങ്കിലും ഈ പ്രിയങ്ക എന്താ ഈ കാണിക്കുന്നത്, ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതല്ലേ, അവൾ ഇത്രയും വൈകുന്ന എന്താ? ശരിക്കും കണിമംഗലത്തുകാർക്കല്ലല്ലോ ഈ പൂജ ഭംഗിയായി നടക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത്, മറിച്ച് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലേ. അത് അത്ര ഭംഗിയായി നടത്തണം എന്നുള്ളത് ഒരിക്കലും ആറ്റുവാശ്ശേരിക്കാരുടെ അത്ര വലിയ താല്പര്യമൊന്നുമല്ല, ആറ്റുവാശ്ശേരിക്കാർക്ക് അതിൽ വലിയ താല്പര്യവുമില്ല എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, കൽപ്പനെ, നിന്റെ ചിന്താഗതി പോലെയല്ല അവർ ചിന്തിക്കുന്നത്, അവരെങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നീ എന്തായാലും ഒച്ച വെക്കണ്ട, നമുക്ക് പ്രിയങ്കമോളെ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ഗസ്റ്റ് ഹൗസിലേക്ക് പോന്നു. ഈ സമയത്ത് രാധിക കുളിച്ച് സെറ്റും മുണ്ടും എല്ലാം ഉടുത്തുകൊണ്ട് സുന്ദരിയായി പൂജാമുറിയിലേക്ക് കയറി പോകുന്നത് കണ്ട്
അസൂയയോടെ മുത്തശ്ശി യശോദയോട് പറഞ്ഞു, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലെന്താ, അവൾക്ക് യാതൊരു കൂസലുമില്ല. കണ്ടില്ലേ അവള് ഒരുങ്ങിച്ചമഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട യശോദ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്കൊന്ന് വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിച്ച് എത്രയും വേഗം പ്രിയങ്കയെ ദേവേട്ടന് കണ്ടെത്താൻ കഴിയണമെന്ന് പ്രാർത്ഥനയോടെ യശോദ ഇരിക്കുമ്പോൾ മുത്തശ്ശിയും കൽപ്പനയും അകത്തേക്ക് കയറി വന്നു. കൽപ്പന വിളിച്ചു, പ്രിയങ്കേ, പ്രിയങ്കേ എന്നുറക്കെ വിളിച്ചതും അവരുടെ വിളി കേട്ടതോടെ യശോദ വേഗം സുകുമാരിയെ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മേ എന്നുള്ള ആ നീട്ടി വിളി കേട്ട് ഉടനെ തന്നെ സുകുമാരി വാതിക്കലേക്ക് എത്തി. അപ്പോഴേക്കും കൽപ്പന ചോദിച്ചു, അല്ല, ഇത്രയും നേരമായിട്ടും പ്രിയങ്ക റെഡിയായില്ലേ? പ്രിയങ്ക എവിടെ? പൂജ ആരംഭിക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മുത്തശ്ശി സുകുമാരി മുത്തശ്ശി പറഞ്ഞു, അതെ, പ്രിയങ്ക റെഡിയായി, അവൾ പൂജാമുറിയിൽ ഇരിക്കുക. അത് കേട്ടതും പൂജാമുറിയിലോ? അല്ല, പൂജ നടത്താനല്ലേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, പിന്നെ ഇവിടുത്തെ പൂജാമുറിയിൽ എന്തിനാ കയറുന്നത് എന്ന് ചോദിച്ചപ്പോ കൽപ്പനയോട് മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ കുഞ്ഞുനാള് മുതലുള്ള ശീലമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും അനുവാദവും വേണം. അതിന് അവൾ പൂജാമുറിയിൽ കയറി ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ടേ ഇറങ്ങൂ. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയെ പുകഴ്ത്തും വണ്ണം പറഞ്ഞു. ഇത് കേട്ട ഉടനെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, എന്നാ ശരി, ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് കൽപ്പനയും ജയഭാരതി മുത്തശ്ശിയും കൂടി പൂജാമുറിയിലേക്ക് കയറി. അവിടേക്ക് ചെന്നതും അവിടെ പുറത്തുള്ള ശബ്ദം കേട്ട് ഉടനെ തന്നെ രാധിക തലവഴി തൻ്റെ ആ സാരി തുമ്പ് വെച്ച് സെറ്റിന്റെയും മുണ്ടിന്റെയും ആ മുന്താണി അത് തൻ്റെ തലയിലേക്ക് മറ്റാരും കാണാത്ത വിധത്തിൽ അങ്ങനെ എടുത്ത് പൊതിഞ്ഞിരുന്നു. ഇത് സമയത്ത് തലയിലൂടെ ആ സാരി അങ്ങനെ പൊതിച്ചിരിക്കുന്നത് കണ്ടതോടെ കൽപ്പന ചോദിച്ചു, അല്ല, ഇവളെന്താ എങ്ങനെ ഇരിക്കുന്നത്? പ്രിയങ്കേ, നീ എന്നിട്ട് വന്നേ, ക്ഷേത്രത്തിൽ പോയ സമയമായി. എന്നിട്ടും മറുപടി ഒന്നും പറയാതെ ആകെ പകച്ചിരിക്കുകയാണ് രാധിക. അപ്പോഴേക്കും അപ്പുറത്തെ ജനൽ വഴി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനായി സുകുമാരിയും യശോദയും നോക്കി. ഉടനെ രാധിക തലവഴി അങ്ങനെ മുണ്ടിട്ടതുകൊണ്ട് കുഴപ്പമില്ല, തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് അവർ രണ്ടുപേരും ആശ്വസിക്കുമ്പോൾ കൽപ്പന പറഞ്ഞു, പ്രിയങ്കയെ, നിന്നെയല്ലേ വിളിക്കുന്നത്, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാനേ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ചെന്ന് തൊടാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ജയഭാരതി മുത്തശ്ശി തടഞ്ഞു. വേണ്ട, വേണ്ട കൽപ്പനെ, വ്രതശുദ്ധിയോടെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ട് തൊട്ട് അശുദ്ധമാക്കണ്ട. എന്തായാലും സമയമാകുമ്പോ അവര് തന്നെ പ്രിയങ്ക മോളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. അതോർത്ത് ഇനി ആരും ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോ കലിച്ചു തുള്ളി കൽപ്പന അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മുത്തശ്ശി അവിടെ തനിച്ചു നിന്നു. ഉടനെ തന്നെ ജനൽ വഴി സുകുമാരിയും യശോദയും നോക്കിയിട്ട് സുകുമാരി വിളിച്ചു പറഞ്ഞു, അതെ, ഇനി ജയഭാരതി അമ്മയും വേണമെങ്കിൽ ഇറങ്ങി പോന്നോളൂ, ഞങ്ങള് മോള് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആക്കിക്കോളാം എന്ന് സുകുമാരി വല്യമ്മ പറഞ്ഞു. അത് കേട്ടതും ജയഭാരതി മുത്തശ്ശി കുറച്ചു നേരം കൂടെ അങ്ങനെ പുറകിൽ നിന്നപ്പോ അവർ പോയോ എന്നറിയാനായി തന്റെ തലയിലെ മുണ്ട് പതുക്കെ ഒന്ന് മാറ്റി രാധിക നോക്കുമ്പോൾ രാധികയാണ് അത് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് അപ്പോഴേക്കും പിടികിട്ടി. മുഖത്തിന്റെ ഒരു സൈഡ് ഫേസ് കണ്ടതോടെ അത് രാധികയാണെന്നുള്ള സത്യം മുത്തശ്ശി തിരിച്ചറിഞ്ഞു. ഉടനെ ജയഭാരതി മുത്തശ്ശി ആകെ ഞെട്ടലോടെ പ്രാർത്ഥിച്ചു, ഈശ്വര, അപ്പോ വരുൺ താലി കെട്ടിയ വരുണിന്റെ യഥാർത്ഥ ഭാര്യ തന്നെയാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും മനുഷ്യന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതല്ലേ നടപ്പിലാകൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉടനെ രാധികയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ, മുത്തശ്ശി ഇറങ്ങുവാ, വഴിപാട് ഭംഗിയായി നടക്കുമെന്ന് മുത്തശ്ശിക്കറിയാം. എല്ലാം കൃത്യമായി തന്നെ അതാത് രീതിയിൽ അത് നടക്കേണ്ടതുപോലെ തന്നെ നടക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് സുകുമാരിയും യശോദയും വേഗം രാധികയുടെ അരികിലേക്ക് എത്തുന്നു. രാധികയോട് യശോദ പറഞ്ഞു, മോളെ, പലപ്പോഴും പല സന്ദർഭങ്ങളിലും നിന്നെ ഈ വീട്ടിന്റെ അടിമയാക്കേണ്ടുന്ന പോലത്തെ പ്രവൃത്തികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മോള് ഈ അമ്മയോട് ക്ഷമിക്കേ എന്ന് രാധികയോട് ക്ഷമ ചോദിക്കുന്ന യശോദയോട് രാധിക പറഞ്ഞു, അമ്മ വിഷമിക്കാതെ. എന്തായാലും സദാസമയവും ഈശ്വരനാമം ഉരുവിടുന്ന എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ലല്ലോ. അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥനയ്ക്കാ ഭഗവാൻ കാതു കൊടുക്കുക? അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, പ്രിയങ്കയുമായി അച്ഛൻ മടങ്ങി വരും. അമ്മ സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞു. ഉടനെ സുകുമാരി പറഞ്ഞു, അതെ, കാര്യമൊക്കെ ശരി തന്നെയാ. പ്രിയങ്ക മോള് മടങ്ങി വന്ന ആ നിമിഷം തന്നെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കോണം. അപ്പോ പൂജ തീർന്നില്ല, വഴിപാട് മുടങ്ങും, അങ്ങനെയൊന്നും ഒരു കാര്യവും നീ പറയണ്ട. പിന്നെ പൂജയ്ക്കിരിക്കുന്ന സമയം മുഴുവൻ വരുണിന്റെയും പ്രിയങ്ക മോളുടെയും ഭാവി ജീവിതത്തിന് നല്ലതുണ്ടാകുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. അല്ലാതെ വരുണിനെ കുറിച്ച് മറ്റൊരു ചിന്തയും നിന്റെ മനസ്സിൽ വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ.
പ്രിയങ്ക മോള് വരുമ്പോ ആ നിമിഷം തന്നെ നീ ആ സ്ഥാനത്തൊന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തോണം എന്ന് താക്കീത് പറയും വണ്ണം സുകുമാരി പറയുന്നത് കേട്ട് യശോദ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് ഈ സമയത്തെങ്കിലും രാധിക മോളോട് സമാധാനത്തോടെ സംസാരിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ വല്യമ്മ പറഞ്ഞു, അതെ, എന്റെ സ്വഭാവം ഇങ്ങനെയാ, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വേഗം വീണ്ടും ഭഗവാനെ തൊഴാനായി വന്നു. ഈ സമയത്ത് അമ്മയ്ക്ക്